ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AKG വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് വെള്ളരി കൊണ്ടൊരു മോരുകറി എങ്ങനെ വെക്കാമെന്നാണ്. അതിനായിട്ട് ഞാനിതാ വെള്ളരി അരിഞ്ഞു വെച്ചത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളരി അരിയുന്ന സമയത്ത് നല്ല നേർമയിൽ അരിയാൻ പാടില്ല, അതുപോലെ തന്നെ ഭയങ്കര കട്ടിയിലും അരിയാൻ പാടില്ല. ഒരു മീഡിയം ടൈപ്പ് ആക്കിയിട്ട് വേണം വെള്ളരി അരിഞ്ഞു വെക്കാൻ. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ നമ്മുടെ കറി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ആഡ് ചെയ്യാം. കളറിനായിട്ടും അതുപോലെ തന്നെ കുറച്ച് എരിവിനായിട്ടും ഒരു ഇച്ചിരി മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. കൈകൊണ്ടാണ് ഞാൻ ഉപ്പിടാറ്. എനിക്ക് ഉപ്പിൻ്റെ പാകം അറിയണമെങ്കിൽ എനിക്ക് കൈകൊണ്ട് ഇടണം. ഇനി നമ്മളൊരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുത്തിക്കാം. 2 വിസിൽ തന്നെ ധാരാളം കേട്ടോ. വെള്ളരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇതിവിടുന്ന് വേവട്ടെ. നമുക്ക് എന്നാൽ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ അരച്ചെടുക്കുക എന്നുള്ളതാണ്. അതിലേക്കായിട്ട് 2 പച്ചമുളക് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് സാദാ ജീരകം ഇല്ലേ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മോര് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ നല്ല പുളിയുള്ള നാടൻ മോരാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു പാകത്തിന് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പാകം എന്ന് നോക്കിയിട്ട് അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. വെള്ളത്തിന് പകരമായിട്ടാണ് നമ്മൾ മോരൊഴിച്ച് അടിച്ചെടുക്കുന്നത്. എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പുളിയുടെ പാകം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് മോര് ആഡ് ചെയ്ത് കൊടുക്കുക. മോര് നമ്മൾ കറിയിൽ ഡയറക്റ്റ് ചേർക്കാതെ തേങ്ങ അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ കുക്കറിലിട്ടിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതാ നമ്മുടെ മോരുകറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ഇതൾ കറിവേപ്പില ആഡ് ചെയ്യാം ഒരു മണത്തിനായിട്ട്. കറിവേപ്പില ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മോരുകറി നമുക്ക് പച്ചക്കായ ഉണ്ടെങ്കിൽ പച്ചക്കായ കൊണ്ടും ചേമ്പ് ഉണ്ടെങ്കിൽ ചേമ്പ് കൊണ്ടും വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വറവ് ചേർക്കുക എന്നുള്ളതാണ്. അതിനായി ചീഞ്ചട്ടി ഞാൻ ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമ്മൾ അതിലേക്ക് കടുകും മുളകും അതുപോലെ തന്നെ ഒരിച്ചിരി ഉലുവയും ഇട്ട് കൊടുക്കുക.
അപ്പം നമ്മുടെ വറവ് പൊട്ടി വരുന്നുണ്ട്. ഫ്ലെയിം നമ്മളൊന്ന് കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ വറവ് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കുക. ഇനി ഈ വറവ് നമ്മൾ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും ബിഗിനേഴ്സിനാണെങ്കിലും ഈസിയായി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ മോര് കറി തയ്യാർ. മോര് കറി എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.